വലിയ ബുദ്ധിമുട്ടിൽ നിന്നുമായിരുന്നു ആൻസി ബാംഗ്ലൂർ എന്ന നഗരത്തിലേക്ക് നഴ്സിംഗ് പഠിക്കുവാനായി എത്തിയത്. വീട്ടുകാരുടെ നിർബന്ധത്തിനാണ്. തനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ട് പോലും നഴ്സിംഗ് എന്ന പ്രൊഫഷൻ അവൾ തിരഞ്ഞെടുത്തത്. ടാപ്പിംഗ് തൊഴിലാളിയായ അപ്പച്ചൻ മനസ്സിൽ വിചാരിച്ചത് താൻ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഇളയ സഹോദരങ്ങളെ കൂടി നോക്കുമല്ലോ എന്നതുകൂടിയായിരുന്നു. ഏതെങ്കിലും വിദേശ രാജ്യത്ത് ജോലിക്ക് പോകാമെന്ന് അപ്പച്ചൻ പറഞ്ഞു. സുഹൃത്തുക്കളെല്ലാം ഡിഗ്രിയും മറ്റും പഠിക്കാൻ പോയപ്പോൾ തന്നെ തനിക്ക് താല്പര്യമില്ലാത്ത നഴ്സിംഗ് ഫീൽഡിലേക്ക് പറഞ്ഞയച്ച അപ്പച്ചനോട് അവൾക്ക് വല്ലാത്ത ദേഷ്യമായിരുന്നു. ആവശ്യത്തിന് പണം പോലും തരാതിരുന്ന അപ്പച്ചനോടുള്ള ദേഷ്യം വർദ്ധിക്കുകയായിരുന്നു അവൾക്ക് ചെയ്തത്. ബാംഗ്ലൂർ പോലെയുള്ള ഒരു നഗരത്തിൽ ജീവിക്കുമ്പോൾ അത്യാവശ്യം പണം കയ്യിലുണ്ടാകണം. അപ്പച്ചൻ തനിക്ക് പണം തരാതെ വന്നപ്പോഴാണ് വല്ലാത്തൊരു ദേഷ്യം അദ്ദേഹത്തോട് തോന്നി തുടങ്ങിയത്. പലപ്പോഴും ഫോൺ വിളിച്ച് തനിക്ക് ആവശ്യമുള്ള പണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ കയ്യിലൊന്നുമില്ല എന്നും പതുക്കെ അയച്ചു തരാമെന്നുള്ള അപ്പച്ചൻ്റെ മറുപടി കൂടി കേൾക്കുമ്പോൾ വല്ലാത്ത ദേഷ്യം വന്നു. ആ സമയത്താണ് സുഹൃത്തായ മീരയെ അവൾ കാണുന്നത്. മീരയും വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നുമുള്ള വീട്ടിൽ നിന്ന് വരുന്നതല്ല. എന്നാൽ അവൾ ആഡംബരത്തോടെ ബാംഗ്ലൂരിൽ ജീവിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. ഒരു ദിവസം ആ സംശയത്തെക്കുറിച്ച് ആൻസി തന്നെ മീരയോട് ചോദിച്ചു. അപ്പോഴാണ് ബാംഗ്ലൂരിൽ പണം ഉണ്ടാക്കാൻ പറ്റുന്ന വഴിയെക്കുറിച്ച് മീര അവളോട് പറഞ്ഞു കൊടുക്കുന്നത്. തൻ്റെ ഒരു സുഹൃത്ത് വഴി ഒരു പാർട്ട് ടൈം ജോലി ചെയ്യാമെന്നാണ് പറയുന്നത്. കൂടിപ്പോയാൽ 2 മണിക്കൂർ, ബുദ്ധിമുട്ടിയാൽ മതി. കൈയിൽ കിട്ടുന്നത് 10,000-ഉം 20,000-ഉം ആണ്. അതെന്താടി ആ ജോലി? മനസ്സിലാവാതെ ആൻസി ചോദിച്ചു. നേഴ്സിംഗ് പഠിക്കുന്ന ഇവിടെയുള്ള ഒട്ടുമിക്ക പെൺപിള്ളേരും പോകുന്ന ഒരു ജോലിയാണ്. നേഴ്സിംഗ് പഠിക്കുന്നവർ മാത്രമല്ല, IT പ്രൊഫഷണലുകളായിട്ടുള്ള പെൺപിള്ളേർ വരെ ഈ ജോലിക്ക് പോകുന്നുണ്ട്. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് ഓഫുള്ള ഒരു ദിവസം 2 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി. എന്താ ജോലി പറ. ഇവിടെ ഒരുപാട് VIP-കൾ വരും. അവർക്കൊക്കെ സമയം പോകാൻ ഒരു പെണ്ണിനെ വേണം. ചിലർ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആവശ്യപ്പെടും. അതിന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിന്നാൽ മതി. അതിന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കുന്ന പൈസ അവർ തരും. 35,000, 40,000 വരെ വേണമെങ്കിൽ തരും. അതല്ല, ഫിസിക്കൽ റിലേഷൻഷിപ്പിന് താല്പര്യമില്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പിടിക്കാൻ നിന്ന് കൊടുക്കണം. അതല്ല, ഒരു റൗണ്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പൈസ ഇഷ്ടം പോലെ കിട്ടും. ഇനി നിനക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾക്ക് നിന്ന് കൊടുത്താൽ മതി. അവർക്ക് വേണ്ടതൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കണം. അവർക്ക് സന്തോഷവും സുഖവും കിട്ടുന്ന രീതിക്ക് അവർ പറയുന്നത് പോലെയൊക്കെ ഒന്ന് തൊട്ട് പിടിച്ച് നിന്നാൽ മതി. രൂപ 15,000 ഇങ്ങ് പോരും. മീരയുടെ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ ആദ്യം തന്നെ ആൻസിക്ക് വല്ലാത്തൊരു ഞെട്ടൽ തോന്നി. എന്താ, നിനക്ക് താല്പര്യമുണ്ടോ? ഞാനങ്ങനെ എല്ലാത്തിനും സമ്മതിക്കാറൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരത്യാവശ്യം വന്നപ്പോൾ ഞാനതങ്ങ് സമ്മതിച്ചു. പിന്നെ സുരക്ഷിതമായ മാർഗങ്ങൾ ഉപയോഗിച്ച് വേണമെന്ന് നമ്മൾ അവരോട് പറയണം. ഒരൊറ്റ റൗണ്ടിന് തന്നെ 20,000 പറയണം. അതല്ല, കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 10,000 വെച്ച് തരാൻ പറയണം. ഒരു ദിവസം 2 റൗണ്ടിനൊക്കെ പറയുകയാണെങ്കിൽ 35,000 രൂപ വരെ കിട്ടും. 50 വരെ തരുന്നവരുണ്ട്. അത് നമ്മൾ അവരോട് ഡീൽ ചെയ്യുന്ന രീതി പോലെ ഇരിക്കും. ആദ്യം തന്നെ കുടിപ്പിച്ച് ബോധം കെടുത്തണം. പിന്നെ അവർ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ വലിയ ബോധമൊന്നും ഉണ്ടാവില്ല. മിനിഞ്ഞാന്ന് എൻ്റെ ഒരു കസ്റ്റമർ ഒരു പയ്യനായിരുന്നു. അവനാകെ കയ്യിലുണ്ടായിരുന്നത് 2,500 രൂപ മാത്രം. എന്തെങ്കിലും പറ്റുമോയെന്ന് അവൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു ലിപ് ലോക്ക് ചെയ്യാമെന്ന്. എനിക്കൊരു 5 മിനിറ്റ് മാത്രം ബുദ്ധിമുട്ടേണ്ടി വന്നുള്ളൂ. കയ്യിലിരുന്നതേ 2,500 രൂപയാണ്. അത് കഴിഞ്ഞ് നല്ല വെളിച്ചെണ്ണ എടുത്ത് ചുണ്ടൊന്ന് തുടച്ചിട്ട് നല്ലൊരു സ്ക്രബ്ബർ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇവിടുത്തെ നമ്മുടെ വട്ടച്ചിലവിനുള്ള പൈസ അങ്ങനെയും ഒപ്പിക്കാൻ പറ്റും. അതാകുമ്പോൾ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ. ഇനി മനസാക്ഷിക്കുത്തിൻ്റെ കാര്യം ചിന്തിക്കുക പോലും വേണ്ട. ഈ പറഞ്ഞ വീട്ടുകാരെ നമ്മളില്ലാത്ത പൈസ മുടക്കി ഇവിടെ എന്തിനാ പഠിപ്പിക്കാൻ വിട്ടിരിക്കുന്നത് എന്നാ നിന്റെ വിചാരം? നമ്മൾ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് വല്ല സൗദിക്കൊക്കെ പോകും. പിന്നെ നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകും. അത് മാക്സിമം നമ്മുടെ കയ്യിൽ നിന്ന് വീട് വെക്കാനും സഹോദരങ്ങളുടെ കല്യാണം, പഠിപ്പ് ഒക്കെ ആയിട്ട് നല്ലൊരു തുക തന്നെ ഇവറ്റകൾ വാങ്ങും. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം 10-30 വയസ്സാകുമ്പോഴായിരിക്കും നമ്മളെയൊക്കെ ഒന്ന് പിടിച്ച് കെട്ടിക്കുന്നത്. വരുമാനം നിലച്ചു കഴിയുമ്പോഴേക്കും അവർക്ക് നമുക്ക് കല്യാണപ്രായമായെന്ന് തോന്നൂ. ഈ 30-ാമത്തെ വയസ്സിൽ പുരുഷ സുഖം അറിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാന്? അപ്പോഴത്തേക്ക് നമുക്ക് എൻജോയ് ചെയ്യാനുള്ള സമയമൊക്കെ പോയിട്ടുണ്ടാകും. ഈ സ്ത്രീകൾക്ക് 30 വയസ്സ് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളോടൊക്കെ വലിയ താല്പര്യം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. നമ്മുടെയൊക്കെ കല്യാണം നടക്കണമെങ്കിൽ തന്നെ ഏതാണ്ട് 30 വയസ്സൊക്കെ ആകും. ഈ സമയത്ത് ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല രീതി ഇത് തന്നെയാണ്. നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. വീട്ടുകാരുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അതിനിടയ്ക്ക് നമുക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ കുറച്ച് പൈസ സമ്പാദിക്കുകയും ചെയ്യാം. നിനക്ക് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അതിന് പറ്റിയ ആൾക്കാരെ ഞാൻ ഏർപ്പാടാക്കി തരാം. ഫ്രഷ് എന്ന് പറഞ്ഞാൽ റേറ്റ് കൂടും. എന്തു പറയുന്നു?
ഞാൻ ആലോചിച്ചിട്ട് പറയാം. അത്രയും പറഞ്ഞ് ആൻസി ഹോസ്റ്റൽ റൂമിലേക്ക് പോയി. ഫോൺ എടുത്ത് വീട്ടിൽ പപ്പയെ വിളിച്ച് പണം അയച്ചു തരാൻ പറഞ്ഞു. ഒന്നുമില്ല, 3-4 പേരോട് കടം ചോദിച്ചിട്ടും കിട്ടിയില്ല എന്ന് പറഞ്ഞ് വല്ലാത്തൊരു വേദന തന്നെ ആൻസിക്ക് തോന്നിയിരുന്നു. ഒരു നിമിഷം മീരയോട് സമ്മതം പറഞ്ഞാലോ എന്ന് പോലും അവൾ ചിന്തിച്ചു. സത്യമാണ്, താൻ ഇനി പഠിച്ചിട്ട് ജോലി കിട്ടി വീടിൻ്റെ കടങ്ങളും തീർത്ത് അനുജത്തിമാരുടെ പഠിത്തവും തീർത്താൽ മാത്രമേ കല്യാണത്തെപ്പറ്റിയൊക്കെ പപ്പയും മമ്മിയും ചിന്തിക്കുകയുള്ളൂ. എന്താണെങ്കിലും കല്യാണം കഴിക്കുമ്പോഴേക്കും നല്ല പ്രായം കഴിയും. മീര പറഞ്ഞതുപോലെ ജീവിതം എൻജോയ് ചെയ്യാനുള്ളത് തന്നെയാണ്. അവളോട് ഓക്കെ പറഞ്ഞാലോ എന്ന് ഓർത്താണ് അവൾ ഫോൺ എടുക്കാനായി ചെന്നത്. താൻ എന്തിനാണ് സാക്രിഫൈസ് ചെയ്യുന്നത്? ജീവിതം ആഘോഷിക്കുകയാണ് വേണ്ടത് എന്ന് ആ നിമിഷം അവൾ മനസ്സിൽ ചിന്തിച്ചു. ഫോൺ എടുക്കാനായി അവൾ തൻ്റെ കിടക്കയുടെ അരികിലേക്ക് ചെന്നു. അപ്പോഴാണ് കിടക്കയുടെ അരികിലായി വെച്ചിരിക്കുന്ന ഈശോയുടെ ക്രൂശിത രൂപത്തിലേക്ക് അവളുടെ കണ്ണുകൾ എത്തിയത്. ഒരു നിമിഷം മനസ്സിലെന്തോ ഒരു വിഷമം തോന്നി അവൾക്ക്. വേദപഠന ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ അവളുടെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. അതോടൊപ്പം തൻ്റെ അപ്പച്ചൻ്റെ മുഖവും. എത്രത്തോളം കഷ്ടപ്പെട്ടാണ് തന്നെ അപ്പച്ചനിവിടേക്ക് പഠിപ്പിക്കാൻ വിട്ടത്. കുടുംബം രക്ഷപ്പെടാൻ സാധിക്കും എന്ന് കരുതി തന്നെയാണ് അത്. കുട്ടിക്കാലം മുതൽ ബുദ്ധിമുട്ടാണെങ്കിലും ആവശ്യങ്ങളൊന്നും അറിഞ്ഞ് ചെയ്യാതിരുന്നിട്ടില്ല അപ്പച്ചൻ. അതൊന്നും മറക്കാൻ പറ്റില്ല എങ്കിലും പണത്തിന് പണം തന്നെ വേണം. അവൾ ഫോൺ എടുത്തതിന് ശേഷം മീരയെ വിളിച്ചു. 1-2 റിങ്ങിൽ തന്നെ മീര ഫോൺ എടുത്തു. എന്താടി ഇത്ര പെട്ടെന്ന് ആലോചിച്ചോ? ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, നിനക്കിപ്പോൾ അത്യാവശ്യം കോണ്ടാക്റ്റ് ഉണ്ടല്ലോ. അതിൽ എന്തെങ്കിലും ഒരു കോണ്ടാക്റ്റ് വെച്ച് നീ എനിക്ക് ചെറിയൊരു പാർട്ട് ടൈം ജോലി എവിടെയെങ്കിലും ഒപ്പിച്ചു തരാമോ? വല്ല ബില്ലിംഗ് അല്ലെങ്കിൽ സെയിൽസ് മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് വലിയ ഉപകാരമാകും. എന്താണെങ്കിലും ഈ പരിപാടിക്ക് ഞാനില്ല. എൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ മുഖം ഓർക്കുമ്പോൾ എനിക്കതിന് തോന്നുന്നില്ല. മാത്രമല്ല, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലെങ്കിലും എൻ്റെ കഴുത്തിൽ മിന്നുകെട്ടുന്ന ആൾക്ക് മുൻപിൽ എല്ലാ പരിശുദ്ധിയോടും കൂടി പോയി നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നീ പറ്റുമെങ്കിൽ എനിക്കൊരു ജോലി ശരിയാക്കിത്താ. അവൾ ഫോൺ വിളിച്ചപ്പോൾ മീര താല്പര്യമില്ലാതെ ഫോണിലേക്ക് നോക്കി പറഞ്ഞു. ഇവളൊന്നും നന്നാവാൻ പോകുന്നില്ല. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.